ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലറുടെ 116-ാം ജന്മദിനമാണ് ഇന്ന്. തെർമോന്യൂക്ലിയർ ഫിസിക്സിലെ ടെല്ലറിന്റെ സംഭാവനകൾ ഒഴിച്ചുകൂടാനാകാത്തതാണ്. 1908 ജനുവരി 15 ഹംഗറിയിലെ ഒരു ജൂത കുടുംബത്തിലാണ് ടെല്ലർ ജനിക്കുന്നത്. 1926 ഹംഗറിയിൽ നിന്നും ജർമ്മനിയിലേക്ക് ചേക്കേറിയ ടെല്ലർ കാൾസ്റൂഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. 1945 മാൻഹട്ടൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്ന ഓപ്പൺഹൈമർ നയിച്ച ആദ്യ അണുബോംബ് പരീക്ഷണത്തിൽ ടെല്ലറും ഭാഗമായിരുന്നു. ഹൈഡ്രജൻ ബോംബ് എന്ന ചിന്ത അന്നേ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒട്ടേറെ തടസ്സങ്ങൾ ടെല്ലർക്ക് മുൻപിലുണ്ടായിരുന്നു. 1949 സോവിയറ്റ് യൂണിയൻ അണുപരീക്ഷണങ്ങളിലേക്ക് കടന്നപ്പോൾ ഭീതി പൂണ്ട അമേരിക്ക ഹൈഡ്രജൻ ബോംബ് എന്ന ആശയത്തിലേക്ക് എത്തുകയും ടെല്ലറിനെ പ്രൊജക്ട് മേധാവിയായി നിയമിക്കുകയും ചെയ്തു. ശേഷം 1952 നവംബർ 1 ആദ്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണമായ ഓപ്പറേഷൻ മൈക്ക് അമേരിക്കയിൽ നടന്നു. അണുബോംബിനേക്കാൾ 10 മടങ്ങ് ശേഷിയുള്ളതാണ് ഹൈഡ്രജൻ ബോംബ്. നാഗാസാക്കിയിലെ അണുബോംബ് ആക്രമണം നാശം വിതച്ചത് 1 മൈൽ ചുറ്റളവിലാണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് നാശം വിതയ്ക്കുന്നത് 10 മൈൽ ചുറ്റളവിലുള്ളതെല്ലാമാണ്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഒരു രാജ്യങ്ങളും യുദ്ധാവശ്യങ്ങൾക്കായി ഹൈഡ്രജൻ ബോംബ് ഉപയോഗിച്ചിട്ടില്ല. 2003 സെപ്റ്റംബർ 9 കാലിഫോർണിയയിൽ വെച്ചാണ് എഡ്വേർഡ് ടെല്ലർ മരണമടയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.